കേരള മീഡിയ അക്കാദമി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര മാധ്യമോത്സവത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. മറ്റെല്ലാ രംഗങ്ങളെയും പോലെ തന്നെ മാധ്യമമേഖലയിലും കണ്ണടച്ച് തുറക്കും മുൻപേ മാറ്റങ്ങൾ സംഭവിക്കുക. ഈ മാറ്റങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതിനനുസൃതമായി തങ്ങളെ തന്നെ നവീകരിക്കാനും മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും സഹായിക്കുന്നതാവും ഈ കോൺക്ലേവ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാങ്കേതികവിദ്യ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ലോകവ്യാപകമായി വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് മാധ്യമപ്രവർത്തകരുടെ തൊഴിൽ ശേഷി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന വ്യത്യസ്ത ശില്പശാലകൾ ഈ കോൺക്ലേവിൻ്റെ ഭാഗമാണ് എന്നത് മാതൃകാപരമാണ്. മറ്റെല്ലാ മേഖലകളിലും എന്ന പോലെ തന്നെ മാധ്യമമേഖലയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു. മനുഷ്യരെ കഴിയുന്നത്ര ഒഴിവാക്കി പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പത്രമിറക്കാനും ടെലിവിഷൻ വാർത്തകൾ അവതരിപ്പിക്കാനും കഴിയുമെന്ന് വാൾ സ്ട്രീറ്റ് ജേർണൽ ഉൾപ്പെടെയുള്ള പല മാധ്യമ സ്ഥാപനങ്ങളും ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ചില പ്രസിദ്ധീകരണങ്ങൾ അവരുടെ ആഴ്ചപ്പതിപ്പുകളെ ആർട്ടിഫിഷ്യൽ നിർമ്മിതം എന്ന അറിയിപ്പോടെ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. എഡിറ്റർമാരില്ലാത്ത ന്യൂസ് റൂമുകൾ നാളെ ഉണ്ടാകുമോ എന്ന ആശങ്ക പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. നിർമ്മിത ബുദ്ധി സ്വാഭാവിക ബുദ്ധിക്ക് പൂർണ്ണമായി പകരമാവുമോ എന്ന ചോദ്യം ന്യായമായും ഉയരാം. മനുഷ്യനോളം വരുമോ യന്ത്രം എന്ന ചോദ്യവും ഉണ്ടാകാം. അതേസമയം ഭാഷാജ്ഞാനം, വ്യാകരണശുദ്ധി എന്നീ കാര്യങ്ങളിൽ മികവ് പുലർത്താൻ കഴിഞ്ഞേക്കാവുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് മാനുഷികമായ കരുതലുകളുടെ കാര്യത്തിൽ മനുഷ്യ മനസ്സിനോളം ഉയരാൻ കഴിയുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും പുതിയ കാലത്ത് സാങ്കേതിക വിദ്യയെ അപ്പാടെ തള്ളിക്കളയാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആർക്കും കഴിയില്ല. മാധ്യമ ഭാഷയെക്കുറിച്ചുള്ള വിചാരങ്ങളും ഈ കോൺക്ലേവിൽ പങ്കുവെക്കപ്പെടുന്നുണ്ടല്ലോ. മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് മാധ്യമങ്ങൾ നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും ഇപ്പോൾ ന്യൂ ജനറേഷൻ വാക്കുകൾ ഉയർന്നു വരുന്നുണ്ട്. പുതുതായി പ്രയോഗത്തിൽ വരുന്ന ഇത്തരം വാക്കുകളെ കൂടി ഉൾപ്പെടുത്തുന്ന വിധത്തിൽ മലയാള നിഘണ്ടു ഇടക്കിടക്ക് പരിഷ്കരിക്കുന്നത് നന്നാവും. ഇംഗ്ലീഷിലുണ്ടായി വരുന്ന പുതിയ വാക്കുകളെ ക്രോഡീകരിച്ചുകൊണ്ട് ഓരോ വർഷവും ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഔദ്യോഗികമായി തന്നെ പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. അതുപോലെ ഒരു സംവിധാനം മലയാള ഭാഷയുടെ കാര്യത്തിലും നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. മലയാളം എന്ന ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് മലയാളി സംസ്കാരവും സമൂഹവും നിലകൊള്ളുന്നത്. ആ ഭാഷയെ സംരക്ഷിക്കാനും വളർത്താനുമുള്ള ചുമതല മലയാള മാധ്യമങ്ങൾക്കുണ്ട്. വൈവിധ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുണ്ടെങ്കിൽ മാത്രമാണ് അത് സാധ്യമാകുന്നത്. ആ നിലക്ക് വൈവിധ്യങ്ങൾക്കെതിരായ നീക്കങ്ങളെ ചെറുക്കേണ്ടത് മാധ്യമങ്ങളുടെ നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമാണ്.
എന്നാൽ അതിനെ ആ ഗൗരവത്തിൽ മാധ്യമങ്ങൾ കാണുന്നുണ്ടോ എന്നത് സംശയമാണ്. ഭാഷാപരവും സാംസ്കാരികവുമായ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ വിജയിച്ചാൽ മലയാള ഭാഷ തന്നെ ഇല്ലാതാവും. മലയാള ഭാഷ ഇല്ലാതായാൽ മലയാള പത്രപ്രവർത്തനത്തെക്കുറിച്ച് പിന്നീട് ചിന്തിക്കേണ്ടതില്ലല്ലോ. ഈ ആപത്ത് മനസ്സിലാക്കി വൈവിധ്യങ്ങളെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന വർഗീയതയുടെ വിധ്വംസക നീക്കങ്ങളെ മതനിരപേക്ഷതയുടെ പക്ഷത്ത് നിന്ന് ചെറുക്കണം. അത് മാധ്യമങ്ങളുടെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണ്. വർഗീയതയും മതനിരപേക്ഷതയും ഏറ്റുമുട്ടുന്നിടത്ത് നിഷ്പക്ഷത കാപട്യമാണ്. അത് വർഗീയതയുടെ പക്ഷം ചേരലാകും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയിലും മാധ്യമ സ്വാതന്ത്ര്യം കനത്ത വെല്ലുവിളി നേരിടുന്ന ഘട്ടമാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ 100-ലധികം മാധ്യമപ്രവർത്തകർ പാലസ്തീനിലെ ഗാസയിൽ ഇസ്രയേലിൻ്റെ കടന്നാക്രമണത്താൽ കൊല്ലപ്പെട്ടു എന്നത് നടുക്കുന്ന സംഭവമാണ്. ഒരു പ്രദേശത്തെ ഇത്രയധികം മാധ്യമപ്രവർത്തകർ ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൊല്ലപ്പെടുന്നത് ലോകത്ത് ആദ്യമായാണ്. മാധ്യമപ്രവർത്തകർ മാത്രമല്ല, കുഞ്ഞുങ്ങളും സ്ത്രീകളും നിഷ്ഠുരമായി കൊല ചെയ്യപ്പെടുന്നു. 30,000-ഓളം പേരുടെ ജീവനാണ് ഇതിനകം കവർന്നത്. കൊല്ലപ്പെട്ടവരിൽ നല്ലൊരു പങ്ക് കുഞ്ഞുങ്ങളാണ്. അംഗഭംഗം സംഭവിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം 1,00,000-ന് മേലെയാണ്. ഇതൊക്കെയായിട്ടും ഇസ്രയേലിൻ്റെ ക്രൂരതകൾ മൂടിവെക്കുന്നതിനുള്ള മാധ്യമ നയം ആഗോളതലത്തിൽ മേധാവിത്വം നേടിയിരിക്കുന്നു.